സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ വന്നിരിക്കുന്നത് ആശകൾ ആയിരം എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ പറയുന്നതിന് വേണ്ടിയാണ്. സോ ദ മൂവി ഈസ് ഡയറക്ടഡ് ബൈ ജി പ്രജിത്ത് ആൻഡ് സ്റ്റാറിംഗ് ജയറാം, ആശാ ശരത്, കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ഷറഫുദ്ദീൻ, പിന്നെ രണ്ട് ഗസ്റ്റ് അപ്പിയറൻസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാം. സോ ദ റൈറ്റർ ഈസ് ജൂഡ് ആന്റണി ജോസഫ്, അരവിന്ദ് രാജേന്ദ്രൻ. സോ ഹൗ ഈസ് ദ മൂവി? ദ മൂവി ഈസ് ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും എൻ്റെ മമ്മിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ റിവ്യൂ ഞാൻ പറയാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ മൂവി. ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ ചെറുപ്രായത്തിലുള്ള കാര്യങ്ങൾ തൊട്ട് ഈ ദിസ് മൊമെന്റ് വരെ നടക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ആ മൂവിയിൽ കവറപ്പ് ആയിട്ടുണ്ട്. അത് മമ്മിക്കറിയാം. എൻ്റെ പല കാര്യങ്ങളും ഈ പറഞ്ഞ അതായത് ഞാനും ഒരു സിനിമ മോഹവുമായി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഫിലിമും ഉണ്ട്, ഫിലിമിന്റെ ഉള്ളിൽ വേറെ ഫിലിമും ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ളത്. പിന്നെ ഈ മൂവിയിൽ എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജയറാം ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആയിട്ടുള്ള ഒരു കോംബോ. പിന്നെ ജയറാം ആശാ ശരത്തായിട്ടുള്ള കോംബോ, പിന്നെ ആശാ ശരത്തും കാളിദാസ് ജയറാമായിട്ടുള്ള ഒരു കോംബോ, പിന്നെ ഇവർ മൂന്നുപേരും ഫാമിലി ആയിട്ടുള്ള ഒരു അവരുടെ ഒരു കോമ്പിനേഷൻ സീൻസും, പിന്നെ ജയറാം ഇസ് ബാക്ക്. ഫാമിലി മൂവി, അതായത് പണ്ടത്തെ ആ ജയറാമിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. പിന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതായത് ജയറാമും കാളിദാസ് ജയറാമും തമ്മിലുള്ള മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തും കാണാൻ പറ്റി. അതുപോലെ സത്യൻ അന്തിക്കാടിന്റെ മൂവിയുടെ കുറെ ഗ്ലിംസസ് പോലെയൊക്കെ നമുക്ക് ഇതിനകത്തും കാണാൻ പറ്റി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ ഷറഫുദ്ദീൻ വളരെ അധികം കുറച്ച് ഭാഗങ്ങളിലെ പുള്ളി ഉള്ളൂ, പക്ഷെ ആ ഒരു പ്രസൻസ് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പിന്നെയുള്ളത് ആശാ ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആശാ ശരത്ത് ഭയങ്കര സൗമ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെങ്കിലും ഉള്ളിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരാണ് ഇതിനെ ഈ ഒരു ഫാമിലിയെ തന്നെ കൊണ്ട് പോകുന്നത് തന്നെ. അത് നമുക്ക് ആഫ്റ്റർ വേർഡ്സ്, അതായത് ഒരു ഇന്റർവ്യൂവിന് ശേഷം നമുക്കത് മനസ്സിലാവും. പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള കോംബോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുമായിരുന്നു. രണ്ടുപേരും സൂപ്പർബ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത്, ഇതിനകത്ത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ അതിനകത്ത് ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ, അതായത് ഇൻക്ലൂഡിങ് മീ, അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ ഈ ഒരു മൂവിയിൽ ഉണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ ദേ ഇവിടെ കാണിക്കുന്നു. സോ ആശംസകൾ സുഹൃത്തെ. നിന്റെ ഈ ഒരു ദിസ് ടൈം ജാനുവരി മാസം തന്നെ നിന്റെ ഒരു അറൗണ്ട് ഒരു 3 ഫിലിംസ് ഇപ്പൊ ഓടുന്നുണ്ട്. അതില് ഈ ഒരു പടത്തിൽ കൊണ്ട് ഇവന്റെ മുഖം. പിന്നെ ഞാനും അവനും കൂടെ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ ചെയ്ത നമ്മുടെ ഭാവനയുടെ ഒരു മൂവി ഉണ്ട്, അനോമി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മൂവിയും കൂടി ഉണ്ട്, അവനെ ഞാൻ അതിനകത്ത് കണ്ടിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. സോ കൺഗ്രാറ്റ്സ് ടു യു ബ്രോ. അപ്പോൾ നിനക്ക് ഇനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ. സോ ഞാൻ എൻ്റെ മൈക്ക് മമ്മിക്ക് കൈമാറുകയാണ്. ഓക്കെ, കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു കുടുംബ ചിത്രം കണ്ടതിൽ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് സിനിമയ്ക്ക് രാവിലെ മോൻ എന്നോട് സിനിമയ്ക്ക് പോകാം മമ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് കാണണ്ടെന്ന്. പക്ഷെ ഇന്ന് ഈ സിനിമ കാണാതെ ഇരുന്നെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമാവുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു കുടുംബ കഥ. ജയറാം, കാളിദാസ്, ആശാ ശരത്തിന്റെ വലിയൊരു ആരാധികയായിരുന്നു ഞാൻ കുങ്കുമപ്പൂവിലൂടെ. അത് ഭയങ്കര അഭിനയമായിരുന്നു. പക്ഷെ ഇതും അതുപോലെ തന്നെ നല്ലൊരു കുടുംബകഥ. കാളിദാസനും ജയറാമും കൂടെ പണ്ട് അഭിനയിച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങളില്ലേ, അത് ഞാൻ പലവട്ടവും കണ്ടിട്ടുണ്ട്. അതിനുശേഷം അച്ഛനെയും മകനെയും കൂടെ ഒരുമിച്ചുള്ളൊരു സിനിമ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആശാശരത്തിന്റെ നല്ല അഭിനയമായിരുന്നു, നല്ലൊരു കുടുംബം. അതില് കാളിദാസനെയും ജയറാമിനെയും കൂടെ ഉള്ള കുറേ സീനുകളുണ്ടല്ലോ, അതിലെല്ലാം ഞാൻ എൻ്റെ മകനെയും അവൻ്റെ ഡാഡിയുമാണ് പല സീനുകളും എന്നെ ഓർമ്മപ്പെടുത്തി. പിന്നെ കാളിദാസന്റെ ആ ചെറുപ്പകാലം കാണിച്ചിട്ട് അവര് തമ്മിൽ വർത്താനം പറയണില്ലേ, ചെറുപ്പത്തിൽ നോക്കി ആ ചെറുപ്രായത്തിലുള്ള ആ കരച്ചിലും കാളിദാസന്റെ ആ അഭിനയവും ഒക്കെ ഞാൻ എൻ്റെ മകനിലും ഞാൻ അത് കണ്ടു. നല്ലൊരു സിനിമയാണ്, എനിക്ക് ഇഷ്ടമായി. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. പിന്നെ ലാസ്റ്റ്
ആശാ ശരത്ത് ഒരു ഡയലോഗ് പറയണില്ലേ, അതെനിക്ക് സൂപ്പറായിട്ട് സൂപ്പർ ഇഷ്ടപ്പെട്ടു. ആരോടാണ്? ഷഫർ. ഷറഫുദ്ദീൻ പറയുന്നുണ്ടായിരുന്നു. അത് കലക്കി കേട്ടോ. ഓക്കെ. ആ ഡയലോഗ് എന്തായിരുന്നു? എന്താ സിനിമ ഫീൽഡ്, സിനിമ നിന്റെയോ ആ നമ്മുടെയോ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ, കലക്കി. കലക്കി. ആശാ ശരത്ത് സൂപ്പർ ആയിട്ടുണ്ട്. സോ എല്ലാവരും ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണുക. സോ ജയറാം ഈസ് ബാക്ക്. ജയറാം ആൻഡ് നമ്മുടെ അവരാണ് ആശാ ശരത്ത്, പിന്നെ നമ്മുടെ ഇവൻ മകൻ കാളിദാസൻ. അവര് പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പിഷാരടി വന്നിരുന്നു കുറച്ച് സമയം. അതൊരു നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. പിഷാരടി വന്നു പോകുന്നുണ്ട്. സോ എല്ലാവരും ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണുക. സോ ജയറാം ഈസ് ബാക്ക് ഗൈസ്, പോയി കണ്ടോളൂ. ഓക്കെ, ബൈ ഫ്രം ഹിയർ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.